നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Realme XT എന്ന സ്മാർട്ട് ഫോൺ ഇന്നലെ ലോഞ്ച് ചെയ്തു. വളരെ ലാഭകരമായ രീതിയിലുള്ള പ്രൈസ് വെച്ചും അതുപോലെ തന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഒക്കെ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന റിയൽമിയുടെ ഒരു നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ് Realme XT. അതിൻ്റെ മറ്റൊരു വേർഷൻ ഇതിൽ സ്നാപ്ഡ്രാഗൺ 712 ആയിരുന്നു Realme XT ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇനിയൊരു പുതിയൊരു സ്മാർട്ട് ഫോൺ കൂടെ വരികയാണ്, Realme XT 730G എന്നൊരു പേരിൽ. പ്രൊസസ്സറാണ് വ്യത്യാസം, അതുപോലെ ബാറ്ററി ഒരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും വ്യത്യാസവും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. നല്ലൊരു സ്മാർട്ട് ഫോണായിട്ട് ഡിസംബറിലാണ് അത് ലോഞ്ച് ചെയ്യുക. ഇന്നലെ ലോഞ്ചിങ് നടന്നപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും കൂടെ റിയൽമി പങ്കുവച്ചിരുന്നു. ആ ഒരു കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഡിസംബറിനോടുകൂടിയാണ് ആ ഒരു സ്മാർട്ട് ഫോൺ റിയൽമി പബ്ലിഷ് ചെയ്യുക. സ്നാപ്ഡ്രാഗൺ 730G ആണ് അതിൽ പ്രൊസസ്സറായിട്ട് ഉപയോഗിക്കുക. 2.34 GHz ക്ലോക്ക് സ്പീഡ് ഉണ്ടാകും. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ 2.3 ആയിരുന്നു Realme XT നമുക്ക് കിട്ടുന്നത്. കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകുക. ColorOS 6 ഉണ്ടാകും. ഇവിടെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 3D ഗ്ലാസ് ഡിസൈൻ തന്നെയാണ്, പക്ഷേ ഹൈപ്പർബോള 3D ഗ്ലാസ് ഡിസൈൻ എന്ന ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം നൽകുന്നു. ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ച് വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടിയ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ് നൽകുന്നത്. കോറിന് ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ മുമ്പിലും അതുപോലെ തന്നെ ഡിസൈൻ ഭാഗത്ത് റിയൽ ഭാഗത്ത് പുറകിലുമായിട്ട് ഇത് നൽകുന്നുണ്ട്. 1080x2340 പിക്സൽ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നൽകുന്നു. UFS 2.1 ബേസ്ഡ് സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് നൽകുക. 4GB 64GB സ്റ്റോറേജിലും 6GB 64GB സ്റ്റോറേജിലും 6GB 128GB സ്റ്റോറേജിലും 8GB 128GB സ്റ്റോറേജിലും ഈ ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചേക്കാം. വലിയ പ്രതീക്ഷയില്ല. 6GB 128GB സ്റ്റോറേജിന് ഇച്ചിരി നമുക്കൊരു പ്രതീക്ഷ കുറവാണ്. ബാക്കി എല്ലാ ഒരു വേരിയൻറ്റും തീർച്ചയായിട്ടും അവർ അവതരിപ്പിക്കും. റിയൽ ഭാഗത്ത് 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നൽകുക. 64 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ എന്നൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ്. സെൽഫി ക്യാമറ 16 മെഗാപിക്സൽ നിന്ന് മാറ്റി ചിലപ്പോൾ ഒരു 32 മെഗാപിക്സൽ നൽകിയേക്കാം. അത്ര കൃത്യമായൊരു രീതി നമുക്ക് കിട്ടുന്നില്ല. വലിയ ടെക് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന ലീക്ക് ഔട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് ചിലപ്പോൾ ശരിയാകണമെന്നില്ല. എന്തായാലും ആ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പൊക്കെ അത് റിയൽമി തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് 64 മെഗാപിക്സലിൻ്റെതാണെന്ന്. സെൽഫി ക്യാമറ 16 മെഗാപിക്സലിന് മാറ്റി ഒരു 32 മെഗാപിക്സലൊക്കെ വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത് കൊണ്ട് ആ ഒരു സെറ്റപ്പ് കൊണ്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. 4000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇവിടെ നൽകുക. നേരത്തെ വൂക്കിൻ്റെ 3.0 ഫാസ്റ്റ് ചാർജിങ് സംവിധാനമായിരുന്നു നൽകുന്നത് 20 വാട്ട്സിൻ്റെ. ഇവിടെ ഒരു 30 വാട്ട്സിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ കൂടിയൊരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനം നമുക്ക് Realme XT 730G എന്ന ഒരു മോഡലിൽ നമുക്ക് കിട്ടും. ട്രിപ്പ് കാർഡ് സോട്ട് തന്നെയാണ് നൽകുക. 4G സെൻസോട്ട് സംവിധാനവും പിന്നെ 512GB വരെ നമുക്ക് എക്സ്പാൻഡ് മെമ്മറിയുടെ സഹായത്തോടെ മൈക്രോ എസ്ഡിയുടെ സഹായത്തോടെ സ്റ്റോറേജ് കൂട്ടാനും സാധിക്കും. കളർ വേരിയൻറ്റ് വൈറ്റും ബ്ലൂ തന്നെയാണ് ഇവിടെ നൽകുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ColorOS 6 ആണ് നൽകുക. ഹൈപ്പർ ബൂസ്റ്റ് ഗെയിമിംഗ് ബൂസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ 2.0 ഇവിടെ നൽകും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലീക്കൗട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക്, ബാക്കി എല്ലാ കാര്യങ്ങളും മറ്റ് സ്മാർട്ട് ഫോണിൽ Realme XT ഉള്ളതുപോലെ തന്നെ ഈ Realme XT 730Gയിലും റിയൽമി നൽകും. ഇതിൻ്റെ പ്രൈസും ഏകദേശം നമുക്ക് ഒരു 20K അണ്ടർ 20K നമുക്ക് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡിസംബറോട് കൂടി നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ Realme XT 730G എന്ന ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഇത്ര പറയാനുള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പം മറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.